ഹായ് ഹലോ ഫ്രണ്ട്സ്, ആൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ പുതിയ വീഡിയോ സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വൊക്കാബുലറി സെക്ഷനുമായിട്ടാണ്. അതായത് ഇംഗ്ലീഷ് ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ് എന്തെന്ന് പറയുന്നത് വൊക്കാബുലറി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും വൊക്കാബുലറി സെക്ഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ മസ്റ്റ് ആയിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള വൊക്കാബുലറി സെഷൻ നമ്മൾ വൃത്തിയായിട്ട് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നും എങ്ങനെ നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് 20 വൊക്കാബുലറി ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന 20 ചോദ്യങ്ങളും എന്താണ് ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 20 ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് നേരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒന്നാമത്തെ ചോദ്യം ഏതാണെന്ന് നോക്കിക്കേ. ചൂസ് എ സിനോണിം ഓഫ് ബ്രേവ്. അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ വൊക്കാബുലറി സെക്ഷൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലായിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സിനോണിംസും അതുപോലെ തന്നെ ആൻറ്റണിംസിനും എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സിനോണിംസ് എന്ന് പറഞ്ഞാൽ വേർഡ്സ് വിത്ത് സെയിം മീനിങ് ആണ്. അതായത് വാക്കുകളുടെ യഥാർത്ഥ അർത്ഥത്തിൽ വരുന്ന മറ്റ് വാക്കുകളെയാണ് നമ്മൾ സിനോണിംസ് എന്ന് പറയുന്നത്. അതായത് സെയിം മീനിങ്സ് ആയിരിക്കും, എന്നാൽ എന്താണ് മറ്റ് വാക്കുകൾ, അതായത് ഡിഫറെൻറ്റ് വേർഡ്സ് വിത്ത് സെയിം മീനിങ്സ് ആണ്. എന്നാൽ ആൻറ്റണിംസ് എന്താണെന്ന് നോക്കിയാൽ വേർഡ്സ് വിത്ത് ഓപ്പോസിറ്റ് മീനിങ്സ് ആണ് അല്ലേ. അതായത് നമ്മൾ പറയുന്ന വാക്കിൻ്റെ നേർ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേർഡ്സ് ആയിരിക്കും ആൻറ്റണിംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 2 സെക്ഷനും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള 20 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷനിലൂടെ ലഭിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ചൂസ് ദ സിനോണിം ഓഫ് ബ്രേവ്. നമുക്കൊക്കെ കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു വേർഡാണ് ബ്രേവ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ബ്രേവ് എന്ന് പറയുന്ന വേർഡിൻ്റെ സിനോണിമാണ് നമ്മൾ ഈ ഒരു ചോദ്യത്തിൽ കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്കിവിടെ 4 ഓപ്ഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ഈ പറയുന്ന 4 ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കവേർഡ്ലി, ഓപ്ഷൻ ബി ഫിയർലെസ്, ഓപ്ഷൻ സി വീക്ക് ആൻഡ് ഓപ്ഷൻ ഡി അഫ്രൈഡ്. അപ്പം 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ബ്രേവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ധീരത, കറേജിയസ് എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ് ബ്രേവിനുള്ളത് അല്ലേ. അപ്പോൾ ബ്രേവ് എന്ന് പറയുന്ന വേർഡിൻ്റെ സിനോണിം ഏതാണെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ടോ നോക്കിക്കേ. ഓപ്ഷൻസിനകത്ത് കവേർഡ്ലി ഉണ്ട്, ഫിയർലെസ് ഉണ്ട്, വീക്ക് ഉണ്ട്, അഫ്രൈഡ് ഉണ്ട്. ഏതാണ് കറക്റ്റ് ആൻസർ? വേഗം ഒന്ന് കമൻറ്റ് ചെയ്ത് ഏതാണ് കറക്റ്റ് ആൻസർ? ഏതാണ് കറക്റ്റ് ആൻസർ? ബ്രേവിൻ്റെ സിനോണിമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. ബ്രേവിൻ്റെ സിനോണിം തീർച്ചയായിട്ടും എന്ത് തന്നെയായിരിക്കും? ഫിയർലെസ്. ഓപ്ഷൻ ബി ഫിയർലെസ് എന്നതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഫിയർലെസ്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസിൻ്റെ മീനിങ് കൂടി നമ്മൾ മനസ്സിലാക്കണം. ആദ്യമായിട്ട് കവേർഡ്ലി. എന്താണ് കവേർഡ്ലി? ലാക്കിംഗ് കറേജ്, അതായത് ധൈര്യം ചോർന്നു പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ മറ്റുള്ളവരാൽ പെട്ടെന്ന് തന്നെ വേഗം തന്നെ എന്താണ് പേടിക്കുന്ന തരത്തിലുള്ള ഒരു സ്വഭാവം. അതായത് നമുക്ക് ഭീരു എന്നൊക്കെ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ കവേർഡ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭീരു എന്നാണ് അതിൻ്റെ യഥാർത്ഥ മീനിങ് വരുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ നോക്കിയതാണ്, നമ്മുടെ ആൻസർ ആണ് ഫിയർലെസ് എന്ന് പറയുന്നത്. ഫിയർലെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രേവിൻ്റെ സിനോണിമാണ്. ബ്രേവ് എന്ന് പറഞ്ഞാൽ ധീരത അല്ലേ. ഇപ്പോൾ ഷോയിങ് നോ ഫിയർ, ഇവിടെ നമുക്ക് പേടിയോ അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള ഫിയറോ നമുക്കിവിടെ ഇല്ല. നെക്സ്റ്റ് വരുന്നത് വീക്കാണ്. വീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒട്ടും ശക്തിയില്ലാത്ത, ലാക്കിംഗ് സ്ട്രെങ്ത് ഓർ പവർ, ശക്തിരഹിതമായ, ശക്തിയില്ലാത്തത് എന്നാണ് വീക്ക് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ്. നെക്സ്റ്റ് അഫ്രൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീലിംഗ് ഫിയർ, പേടിയുള്ള അല്ലേ, വെറീഡ് ആയിട്ടുള്ളത് എന്നാണ് അഫ്രൈഡിൻ്റെ മീനിങ്. സോ നമ്മുടെ ഓപ്ഷൻസിലെ 4 വേർഡ്സിൻ്റെ മീനിങ്സ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ 4 വേർഡ്സ് നിങ്ങൾ പഠിച്ചല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചൂസ് ദ ആൻറ്റണിം ഓഫ് ഏൻഷ്യൻറ്റ്. ഏൻഷ്യൻറ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ ആൻറ്റണിം, അതായത് ഓപ്പോസിറ്റ് ആണ് നിങ്ങളിവിടെ കണ്ടെത്തേണ്ടത്. ഇപ്പോൾ ഏൻഷ്യൻ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് കണ്ടെത്താനായിട്ട് സാധിക്കൂ. എന്താണ് ഏൻഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ? ഏൻഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുരാതനമായിട്ടുള്ളത്, പണ്ടത്തത് എന്നുള്ളതാണ് മീനിങ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓപ്ഷൻസിലേക്ക് ഒന്ന് വരാം. ഓപ്ഷൻ എ ഓൾഡ്, ഓപ്ഷൻ ബി ഹിസ്റ്റോറിക്, ഓപ്ഷൻ സി മോഡേൺ ആൻഡ് ഓപ്ഷൻ ഡി പാസ്റ്റ്. എന്താണ് കറക്റ്റ് ആൻസർ? അതായത് ഏൻഷ്യൻ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓൾഡ്, ഹിസ്റ്റോറിക്, മോഡേൺ, പാസ്റ്റ്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി എന്ന് പറയുന്നത് മോഡേൺ അല്ലേ. മോഡേൺ എന്ന് പറഞ്ഞാൽ ആധുനികം. അപ്പോൾ ഏൻഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുരാതനം. മോഡേൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ആധുനികം. ഇനി നമ്മുടെ ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്ന 4 വേർഡ്സിൻ്റെയും മീനിങ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓൾഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ പഴക്കമുള്ളത്, ഹാവിങ് എക്സിസ്റ്റഡ് ഫോർ എ ലോങ് ടൈം, വളരെ നീണ്ട കാലത്തോളം എന്താണ് എക്സിസ്റ്റ് ആയിട്ടുള്ളത്, നിലവിലുണ്ടായിരുന്നത്, പഴക്കമുള്ളത് എന്നാണ് ഓൾഡ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ്. നെക്സ്റ്റ് നോക്കിക്കേ, ഹിസ്റ്റോറിക് എന്നാണ്. ഫേമസ് ഓർ ഇമ്പോർട്ടൻറ്റ് ഇൻ ഹിസ്റ്ററി, ചരിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ടത്, സുപ്രധാനമായത് എന്നുള്ള മീനിങ്
ആണ് ഹിസ്റ്റോറിക് എന്ന വാക്കിനുള്ളത്. നെക്സ്റ്റ് മോഡേൺ നോക്കിക്കേ, ബിലോങ്ങിങ് ടു ദ പ്രസന്റ് ടൈം, ആധുനിക കാലം, വളരെ പുതുമയേറിയ ആധുനികമായിട്ടുള്ള കാലത്തെ പറയണമെങ്കിൽ നമ്മൾ എന്ത് പറയും? മോഡേൺ എന്ന് ഇംഗ്ലീഷിൽ പറയും അല്ലേ. നെക്സ്റ്റ് പാസ്റ്റ്, പാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ടൈം ദാറ്റ് ഈസ് ഓൾറെഡി ഗോൺ, കഴിഞ്ഞു പോയ കാര്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കുക, ഏൻഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പഴയതെന്നുള്ള മീനിങ് ആണ് അല്ലേ. ഏൻഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ പഴക്കം ചെന്നത്, പുരാതനമായിട്ടുള്ളത്. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? മോഡേൺ ആണ്, ആധുനികം, പുതിയത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ ഓൾഡ്, ന്യൂ എന്ന് പറയുന്നതിൻ്റെ കറക്റ്റ് മീനിങ് തന്നെയാണ് നമുക്ക് ഏൻഷ്യൻ്റ്, മോഡേൺ എന്ന് പറയുമ്പോൾ കിട്ടുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, ചൂസ് എ സിനോണിം ഓഫ് ഡിലിജന്റ്. ഡിലിജന്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ സിനോണിം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിലിജന്റ്. അപ്പോൾ ഡിലിജന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഡിലിജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ കഠിനാധ്വാനം ചെയ്യുന്ന എന്നാണ് ഡിലിജന്റിന്റെ മീനിങ്. നോക്കിക്കേ, ഓപ്ഷൻസ് നോക്കിക്കേ. ഓപ്ഷൻ എ കെയർലെസ്, ഓപ്ഷൻ ബി ഹാർഡ് വർക്കിംഗ്, ഓപ്ഷൻ സി ലേസി ആൻഡ് ഓപ്ഷൻ ഡി സ്ലോ. അപ്പോൾ ഡിലിജന്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ സിനോണിം, അതായത് സെയിം മീനിങ് ഉള്ള വേർഡ് നമ്മുടെ ഓപ്ഷനിൽ നിന്ന് കണ്ടെത്തുക. ഏതാണ് കറക്റ്റ് ആൻസർ നോക്കാം. എന്താണ്? ഹാർഡ് വർക്കിംഗ് ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കേ. കെയർലെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അശ്രദ്ധമായ, ശ്രദ്ധയില്ലാത്ത, നോട്ട് കെയർഫുൾ, മേക്കിംഗ് മിസ്റ്റേക്സ് ഈസിലി. തെറ്റുകൾ കൂടുതൽ സംഭവിക്കുന്നത് എപ്പോഴായിരിക്കും? നമ്മൾ തീർച്ചയായിട്ടും അശ്രദ്ധ കൊണ്ടായിരിക്കും, നമ്മുടെ അശ്രദ്ധ കൊണ്ടായിരിക്കും തെറ്റുകൾ സംഭവിക്കുന്നത് അല്ലേ. അപ്പം നോട്ട് കെയർഫുൾ ആണ് എന്തെന്ന് പറയുന്നത്? കെയർലെസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഹാർഡ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുട്ടിങ് എഫേർട്ട് ആൻഡ് കെയർ ഇൻ ടു വർക്ക്, വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്ന, വളരെയധികം പരിശ്രമിക്കുന്നത് എന്നുള്ള അർത്ഥമാണ് ഹാർഡ് വർക്കിംഗ്. നെക്സ്റ്റ് വരുന്നത് ലേസി. ലേസി എന്ന് പറഞ്ഞാൽ എന്താ? മടിയുള്ളത്. അൺവില്ലിങ് ടു വർക്ക് ഓർ മൂവ്, എന്താണ്? നമ്മുടെ ജോലി ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അനങ്ങുന്നതിനോ ഒക്കെ എന്താണ്? വളരെ മടിയോട് കൂടിയത് എന്നുള്ളതാണ് ലേസി എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ്. സ്ലോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, ഭയങ്കര സ്ലോ ആണെന്ന് പറഞ്ഞാൽ എന്താണ്? നോട്ട് ക്വിക്ക്, വേഗത്തിലുള്ളതല്ലാത്തത് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ എന്താണ്? വളരെ സമയമെടുക്കുന്ന, ടേക്കിംഗ് ടൈം, സ്ലോലി എന്ന് വെച്ചാൽ എന്താണ്? വളരെ പതുക്കെ എന്നാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? ഡിലിജന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർഡ് വർക്കിംഗ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കായിട്ട് ആൻഡ്രോയിഡ് ഡിഫൻസ് അക്കാഡമിയിൽ ആർമി റാലി ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകളാണ് ഇവിടെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓൺലൈനായിട്ടും അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ടും ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഓൺലൈനായിട്ട് കോഴ്സിന് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്ത കുട്ടികൾക്കായിട്ട് റെക്കോർഡഡ് സെഷൻ അവൈലബിൾ ആയിരിക്കും. വീക്ക്ലി 6 days ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഓരോ ക്ലാസ്സിന് ശേഷവും ഡെയിലി പ്രാക്ടീസ് പേപ്പർ നിങ്ങൾക്ക് ലഭിക്കുന്നു. കൂടാതെ റിവിഷനും മോക്ക് ടെസ്റ്റുകൾക്കുമായിട്ടോ ഒട്ടനവധി സൗകര്യങ്ങളും ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടോ ചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ സീറ്റുകൾ ഉടൻ തന്നെ ബുക്ക് ചെയ്യുക. നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് വരാം. ചൂസ് ദ ആന്റണിം ഓഫ് വിക്ടറി. വിക്ടറി എന്ന് പറയുന്ന വേർഡിന്റെ ഓപ്പോസിറ്റ് ആണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ആന്റണിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ആണ് അല്ലേ. വിക്ടറി എന്ന് പറഞ്ഞാൽ എന്താണ്? വിജയമാണ് വിക്ടറി എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് നോക്കിക്കേ. ഓപ്ഷൻ എ ട്രയംഫ്, ഓപ്ഷൻ ബി ഡിഫീറ്റ്, ഓപ്ഷൻ സി വിൻ ആൻഡ് ഓപ്ഷൻ ഡി റിവാർഡ്. എന്താണ് കറക്റ്റ് ആൻസർ വരുന്നത്? വിക്ടറി എന്ന് പറഞ്ഞാൽ വിജയമാണെങ്കിൽ വിജയത്തിന്റെ നേർ ഓപ്പോസിറ്റ് എന്തായിരിക്കും? പരാജയമായിരിക്കും. ഇതിൽ ഏതാണ് പരാജയം എന്ന് പറയുന്ന പദം? ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഡിഫീറ്റ് ആണ് അല്ലേ. നോക്കിക്കേ, ആൻസർ എന്ന് പറയുന്നത് ഡിഫീറ്റ് ആണ്. ഇനി ബാക്കിയുള്ള വേർഡ്സിന്റെ മീനിങ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. ട്രയംഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രേറ്റ് സക്സസ് ഓർ വിക്ടറി. അപ്പോൾ വിക്ടറിയുടെ സിനോണിമായിട്ട് നമുക്ക് ഏതിനെ കരുതാം? ട്രയംഫ് അല്ലേ. ക്വസ്റ്റ്യൻ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി ഡിഫീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരാജയമാണ്. ഓക്കെ, ഡിഫീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പരാജയം, ലോസ്, നഷ്ടമാണ്. വിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു സക്സീഡ് ഇൻ എ ഗെയിം ഓർ കോമ്പറ്റീഷൻ. ഒരു കോമ്പറ്റീഷൻ, ഒരു മത്സരത്തിലോ അല്ലെങ്കിൽ ഒരു കളിയിലോ ഒക്കെ എന്ത് ചെയ്യുക? നമ്മൾ വിജയിക്കുമ്പോഴാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വിൻ ചെയ്യുക എന്ന് പറയുന്നത്. വിൻ, വിജയം. നെക്സ്റ്റ്, റിവാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഗിഫ്റ്റ് ഓർ പ്രൈസ് ഫോർ ഗുഡ് വർക്ക്. നിങ്ങളുടെ നല്ലൊരു പ്രവൃത്തിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ നല്ലൊരു കാര്യത്തിന് നിങ്ങൾക്ക് കിട്ടുന്ന എന്താണ്? അനുമോദനമാണ് എന്തെന്ന് പറയുന്നത്? റിവാർഡ് എന്ന് പറയുന്നത്. അതൊരു പക്ഷേ ഗിഫ്റ്റായിട്ടോ പ്രൈസായിട്ടോ ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് റിവാർഡ് ലഭിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിലെ ഓപ്ഷൻസിൽ വരുന്ന മീനിങ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ചൂസ് ദ സിനോണിം ഓഫ് കാം. കാം ആൻഡ് ക്വയറ്റ് കേട്ടിട്ടുണ്ടാവും അല്ലേ. കാം എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ശാന്തം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കാം എന്ന് പറയുന്ന വേർഡിൻ്റെ സിനോണിം ഏതാണെന്നാണ് നമ്മളിനി ഓപ്ഷനിൽ നിന്ന് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കിക്കേ. ഓപ്ഷൻ എ ആംഗ്രി, ഓപ്ഷൻ ബി പീസ്ഫുൾ, ഓപ്ഷൻ സി നോയ്സി ആൻഡ് ഓപ്ഷൻ ഡി എക്സൈറ്റഡ്. അപ്പം
കാം എന്ന് പറയുന്ന വേർഡിൻ്റെ സിനോണിം ഇതിൽ ഏതായിരിക്കാം? നമുക്ക് ഓപ്ഷൻ ബി ആണെന്ന് പറയാം അല്ലേ, പീസ്ഫുൾ അല്ലേ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ബാക്കിയുള്ള വേർഡ്സിൻ്റെ മീനിങ്സ് കൂടി ചെക്ക് ചെയ്യാം. ആംഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ദേഷ്യമുള്ളതാണ് അല്ലേ. ഫീലിംഗ് സ്ട്രോങ് ഡിസ്പ്ലഷർ, നമുക്ക് ഇഷ്ടമില്ലാത്തത് കാണുമ്പോൾ നമ്മൾ എന്ത് പ്രതികരിക്കും? അതെങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? വളരെ ദേഷ്യത്തോടെ ആയിരിക്കും, ആംഗ്രി ആയിട്ടായിരിക്കും. നെക്സ്റ്റ് പീസ്ഫുൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സമാധാനമുള്ള, ക്വയറ്റ് ആൻഡ് ഫ്രീ ഫ്രം ഡിസ്റ്റർബൻസ്. നമ്മൾ യോഗ, മെഡിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്താണ്? പീസ്ഫുൾ എൻവയൺമെൻറ്റ് ആണ് ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. കാര്യം എന്താണ്? നമുക്ക് എന്താണ് മറ്റുള്ള ഡിസ്റ്റർബൻസ് ഒന്നും നമ്മളിലേക്കാതെ നമുക്ക് എന്താണ് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അതാണ് പീസ്ഫുൾ. നെക്സ്റ്റ് വരുന്നത് നോയ്സി ആണ്. നോയ്സി എന്ന് പറഞ്ഞാൽ എന്താണ്? മേക്കിംഗ് എ ലോട്ട് ഓഫ് സൗണ്ട്, ഒത്തിരി സൗണ്ടോട് കൂടി അല്ലേ. നോയ്സി, വളരെ ബഹളം നിറഞ്ഞ്. എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെരി ഹാപ്പി ഓർ എൻതൂസിയാസ്റ്റിക്, അതായത് ഭയങ്കര സന്തോഷം അല്ലേ, വെരി ഹാപ്പി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന വേർഡ്സിൻ്റെ മീനിങ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. എ പേഴ്സൺ ഹു ക്യാൻ സ്പീക്ക് 2 ലാംഗ്വേജസ് ഫ്ലുവൻ്റ്ലി. 2 ലാംഗ്വേജുകൾ വളരെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയെ നമ്മൾ എന്ത് പറയും, അല്ലെങ്കിൽ എന്ത് വിളിക്കും? ഓപ്ഷൻസ് നോക്കാം. ലിംഗ്വിസ്റ്റ്, ഓപ്ഷൻ എ ലിംഗ്വിസ്റ്റ്, ഓപ്ഷൻ ബി ബൈലിംഗ്വൽ, ഓപ്ഷൻ സി ട്രാൻസ്ലേറ്റർ ആൻഡ് ഓപ്ഷൻ ഡി പോളിഗ്ലോട്ട്. നിങ്ങൾക്കറിയാമോ, ഒരു വ്യക്തിക്ക് 2 ഭാഷകൾ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ കഴിയുന്നെങ്കിൽ ആ വ്യക്തിയെ നമ്മൾ ബൈലിംഗ്വൽ എന്നാണ് വിളിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ബൈലിംഗ്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഭാഷകളിൽ പ്രാവീണ്യമുള്ള വ്യക്തിയാണ് നമ്മൾ ബൈലിംഗ്വൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഓപ്ഷനിനകത്ത് കൊടുത്തിരിക്കുന്ന ഓരോ പദത്തിൻ്റെ അല്ലെങ്കിൽ ഓരോ വേർഡിൻ്റെ മീനിങ് മനസ്സിലാക്കാം. ലിംഗ്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? എ പേഴ്സൺ ഹു സ്റ്റഡീസ് ലാംഗ്വേജസ്. എന്താണ്? ലാംഗ്വേജുകളെ പറ്റിയിട്ട് പഠനം നടത്തുന്ന വ്യക്തികളെ നമ്മൾ എന്തെന്ന് പറയും? ലിംഗ്വിസ്റ്റ് എന്ന് പറയും. മലയാളത്തിൽ ഭാഷാ പണ്ഡിതൻ എന്നൊക്കെ പറയും അല്ലേ. ഭാഷകളെ പറ്റിയിട്ടുള്ള പഠനം നടത്തുന്ന വ്യക്തിയാണ് എന്തെന്ന് വിളിക്കുന്നത്? ലിംഗ്വിസ്റ്റ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ബൈലിംഗ്വൽ. ബൈലിംഗ്വൽ ആണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം. എന്തായിരുന്നു? വൺ ഹു ക്യാൻ സ്പീക്ക് 2 ലാംഗ്വേജസ്. 2 ഭാഷകൾ സംസാരിക്കാൻ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയെ നമ്മൾ ബൈലിംഗ്വൽ എന്ന് പറയും. നെക്സ്റ്റ് ആരാണ്? ട്രാൻസ്ലേറ്റർ. എ പേഴ്സൺ ഹു കൺവേർട്സ് ഫ്രം വൺ ലാംഗ്വേജ് ടു അനദർ. ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാൻ കഴിയുന്ന ഒരാളെ നമ്മൾ എന്തെന്ന് പറയും? ട്രാൻസ്ലേറ്റർ എന്ന് പറയും. വൺ ലാംഗ്വേജിൽ നിന്ന് മറ്റൊരു ലാംഗ്വേജിലേക്കാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ അറിയാവുന്ന വ്യക്തികളെ നമ്മൾ എന്ത് വിളിക്കും? ട്രാൻസ്ലേറ്റർ. നെക്സ്റ്റ് പോളിഗ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിഗ്ലോട്ട് എ പേഴ്സൺ ഹു നോസ് മെനി ലാംഗ്വേജസ്. ഒരുപാട് ഭാഷകൾ കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന വ്യക്തിയെ നമ്മൾ എന്തെന്ന് പറയും? പോളിഗ്ലോട്ട് എന്ന് വിളിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7. എ പേഴ്സൺ ഹു ലുക്സ് ഓൺ ദ ബ്രൈറ്റ് സൈഡ് ഓഫ് ലൈഫ്. ജീവിതത്തിലെ എല്ലാ പോസിറ്റീവ് സൈഡ് മാത്രം നോക്കുന്ന ഒരു വ്യക്തി, നെഗറ്റീവ് സൈഡിലേക്ക് തിരിഞ്ഞു പോലും നോക്കാതെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ എന്ത് വിളിക്കും? ഓപ്ഷൻ എ ഓപ്റ്റിമിസ്റ്റ്, ഓപ്ഷൻ ബി പെസിമിസ്റ്റ്, ഓപ്ഷൻ സി റിയലിസ്റ്റ് ആൻഡ് ഓപ്ഷൻ ഡി ഓപ്പർച്യൂണിസ്റ്റ്. എന്തായിരിക്കും നമ്മൾ പറയുന്നത്? അതായത് എല്ലാം ഇപ്പോഴും പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കുകയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുകയും ചെയ്യുന്ന വ്യക്തികളെ നമ്മൾ എന്ത് വിളിക്കുമെന്നാണ് ചോദ്യം. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുകയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും മാത്രം ചെയ്യുന്ന വ്യക്തികളെ നമ്മൾ എന്ത് പറയും? ഓപ്റ്റിമിസ്റ്റ് എന്ന് പറയും. ശുഭാപ്തി വിശ്വാസകർ എന്ന് പറയും അല്ലേ. അപ്പോൾ എന്താണ്? നമുക്ക് ഓരോ വാക്കുകളും അതായത് ഓരോ വേർഡ്സിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള മീനിങ് മനസ്സിലാക്കിയിരിക്കാം. കാരണം എക്സാമിനൊക്കെ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ പെടുന്നതാണ് ഇതെല്ലാം. അപ്പോൾ ഓപ്റ്റിമിസ്റ്റ് എന്ന് പറഞ്ഞാൽ വൺ ഹു ഓൾവേസ് എക്സ്പെക്ട്സ് ഗുഡ് തിങ്സ് ടു ഹാപ്പൻ. എല്ലായ്പ്പോഴും നല്ലത് മാത്രം സംഭവിക്കും അല്ലേ, സംഭവിക്കുന്നതെല്ലാം നല്ലതിന് എന്നുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടിയവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഓപ്റ്റിമിസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? പെസിമിസ്റ്റ് എന്ന് പറയുന്നത്. ഓപ്റ്റിമിസ്റ്റിൻ്റെ ആൻറ്റണിമായിട്ട് നമുക്ക് കണക്കാക്കാം പെസിമിസ്റ്റ്. എന്താണ് മീനിങ്? വൺ ഹു ഓൾവേസ് എക്സ്പെക്ട്സ് ബാഡ് ഔട്ട്കംസ്. എല്ലായ്പ്പോഴും നെഗറ്റീവ് സൈഡ് മാത്രം ചിന്തിക്കുന്ന ഒരു വ്യക്തി. ജീവിതത്തിലെ എല്ലാ നെഗറ്റീവ് സൈഡുകളും ചിന്തിക്കും. ഇനി വരാൻ പോകുന്നതെല്ലാം എന്ത് തന്നെയായിരിക്കും? വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ മോശമായിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കും ഇനി വരുന്നത് എന്ന രീതിയിൽ ഫുള്ള് നെഗറ്റീവ് ആയിട്ടുള്ളവരെ നമ്മൾ എന്ത് പറയും? പെസിമിസ്റ്റ് എന്ന് പറയും. ഇനി ആരാണ് റിയലിസ്റ്റ്? വൺ ഹു ആക്സെപ്റ്റ്സ് തിങ്സ് ആസ് ദേ ആർ. എന്താണ് റിയലിസ്റ്റ് എന്ന് പറഞ്ഞാൽ? എന്താണോ സംഭവിക്കുന്നത് അതിനെ ആ രീതിയിൽ തന്നെ കാണുകയും റിയലിസത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന വ്യക്തികളായിരിക്കും തീർച്ചയായിട്ടും റിയലിസ്റ്റുകൾ. നെക്സ്റ്റ് ഓപ്പർച്യൂണിസ്റ്റ്. വൺ ഹു ടേക്സ് അഡ്വാൻറ്റേജസ് ഓഫ് എവറി സിറ്റുവേഷൻ ഓർ ഫോർ പേഴ്സണൽ ഗെയിം. അതായത് നമുക്ക് വീണ് കിട്ടുന്ന എല്ലാ അവസരങ്ങളും മാക്സിമം പ്രയോജനപ്പെടുത്തുന്ന ഒരു വ്യക്തിയെ നമുക്ക് എന്തെന്ന് പറയാം? ഓപ്പർച്യൂണിസ്റ്റ് എന്ന് പറയാം അല്ലേ.
അപ്പോൾ വീണ് കിട്ടുന്ന എല്ലാ അവസരവും നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്താറുണ്ടോ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. അപ്പോൾ നമുക്ക് കിട്ടുന്ന അവസരം ഒരു തവണയായിരിക്കും നമുക്കൊരു അവസരം കിട്ടുന്നത്. വീണ്ടും ചിലപ്പോൾ നമുക്ക് അതേ അവസരം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അവസരങ്ങൾ തട്ടിക്കളയാതെ എന്താണ് വീണ് കിട്ടിയ അവസരത്തിൽ പിടിച്ച് കയറാൻ സാധിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ എന്ത് വിളിക്കും? ഓപ്പർച്യൂണിസ്റ്റ് എന്ന് വിളിക്കും അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8, എട്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. എ സ്പീച്ച് മെയ്ഡ് വിത്തൗട്ട് പ്രിപ്പറേഷൻ. എന്താണ്? പ്ലാനിങ് ഇല്ലാതെ പ്രിപ്പറേഷൻ ഇല്ലാതെയുള്ള സ്പീച്ച്, പ്രസംഗം അല്ലെങ്കിൽ സംസാരത്തെ നമ്മൾ എന്തെന്ന് പറയും? ഓപ്ഷൻ എ മെമ്മറൈസ്ഡ്, ഓപ്ഷൻ ബി റിട്ടൺ, ഓപ്ഷൻ സി എക്സ്റ്റംബർ ആൻഡ് ഓപ്ഷൻ ഡി ഫോർമൽ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ നിങ്ങളിൽ ചിലർക്കെങ്കിലും കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്നുണ്ടാകാം. അപ്പോൾ എന്ത് ചെയ്യുക? നമുക്ക് എലിമിനേഷൻ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് വരാൻ സാധിക്കുമോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മെമ്മറൈസ്ഡ്, റിട്ടൺ, ഫോർമൽ തുടങ്ങിയ വാക്കുകളൊക്കെ നമുക്ക് വളരെ എന്താണ് പരിചിതമായിട്ടുള്ള, നമുക്ക് വളരെ കോമൺ ആയിട്ട് അറിയാവുന്ന വേർഡ്സ് ആണ്. എന്നാൽ എക്സ്റ്റംബോർ എന്ന് പറയുന്ന വേർഡ് ഇതിൽ നിന്ന് എന്താണ് സ്പെഷ്യൽ ആയിട്ട് നിൽക്കും. നമുക്ക് അറിയില്ല എന്ന് തോന്നുന്ന ടൈപ്പ് ഒരു വേർഡാണ്. എന്താണ് കൃത്യമായ മീനിങ് എന്ന് അറിയത്തില്ല. അപ്പോൾ ബാക്കി എല്ലാത്തിൻ്റെ മീനിങ് അറിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ ആയിരിക്കില്ലേ നമ്മുടെ ആൻസർ. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ. ആൻസർ എന്താണ്? എക്സ്റ്റംബോർ. എക്സ്റ്റംബോർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പോക്കൺ വിത്തൗട്ട് പ്രിപ്പറേഷൻ. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഒരു പ്രിപ്പറേഷനും ചെയ്യാതുള്ള എന്താണ് സ്പീച്ചിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സ്റ്റംബോർ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമുക്കിവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളുടെ മീനിങ് കൂടി ചെക്ക് ചെയ്യാം. മെമ്മറൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലേൺഡ് ബൈ ഹാർട്ട്. കാണാപ്പാഠം പഠിക്കുന്നതിനെയാണ് നമ്മൾ മെമ്മറൈസ് ചെയ്യുക എന്ന് പറയുന്നത് അല്ലേ. റിട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പുട്ട് ഡൗൺ ഇൻ റൈറ്റിംഗ്. എഴുതി വെക്കുന്നതിനെയാണ് റിട്ടൺ എന്ന് പറയുന്നത്. ഫോർമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഫീഷ്യൽ, ഔദ്യോഗികമായിട്ടുള്ളത് അല്ലെങ്കിൽ പ്രോപ്പർലി അറേഞ്ച്ഡ് ആയിട്ടുള്ളത് എന്നൊക്കെയുള്ള മീനിങ് ആണ് ഫോർമൽ എന്ന് പറയുന്ന വാക്കിനുള്ളത്. അപ്പോൾ മെമ്മറൈസ്ഡ്, റിട്ടൺ, എക്സ്റ്റംബോർ, ഫോർമൽ തുടങ്ങിയ വാക്കുകളെല്ലാം എന്തർത്ഥമാണ് തരുന്നത് എന്ന് മനസ്സിലാക്കുക. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 9. വൺ ഹു ട്രാവൽസ് ഫ്രം പ്ലേസ് ടു പ്ലേസ്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യുകയാണ്? സഞ്ചരിക്കുന്ന വ്യക്തികളെ എന്ത് വിളിക്കും എന്നാണ്. ഒരു സ്ഥലത്ത് അവർ സ്ഥിരമായി താമസിക്കില്ല, പകരം എന്ത് ചെയ്യും? കുറച്ച് നാൾ അവിടെ നിൽക്കും, പിന്നെ എന്ത് ചെയ്യും? അടുത്തടുത്തേക്ക് എന്ത് ചെയ്യുന്നു? സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നവരെ നമ്മൾ എന്ത് പറയും എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഓപ്ഷൻ എ ട്രാവലർ, ഓപ്ഷൻ ബി പാസഞ്ചർ, ഓപ്ഷൻ സി നൊമാഡ് ആൻഡ് ഓപ്ഷൻ ഡി ടൂറിസ്റ്റ്. എന്തായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? നോക്കിക്കേ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിക്കുന്ന വ്യക്തികളെ നമ്മൾ നൊമാഡ് എന്നാണ് പറയുന്നത്. നൊമാഡ്. അപ്പോൾ നമ്മൾ ഹിസ്റ്ററി ഒക്കെ പഠിക്കുന്ന സമയത്ത് നൊമാഡിക് പീപ്പിൾ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. നൊമാഡ്സ് എന്താണ്? ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കാതെ ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അല്ലേ. അപ്പോൾ അവർക്ക് എന്താണ്? സ്ഥിരമായ ഒരു താമസ സൗകര്യങ്ങളോ അല്ലെങ്കിൽ മറ്റൊന്നും കാണില്ല. അവരിങ്ങനെ ഓരോ സ്ഥലത്തേക്ക് എന്ത് ചെയ്യാണ്? ദേ മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നവരായിരിക്കും. ഇനി ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്ന വേർഡ്സിൻ്റെ മീനിങ്സ് കൂടി ചെക്ക് ചെയ്ത് നോക്കാം. ട്രാവലർ എന്ന് പറഞ്ഞാൽ എന്താണ്? പേഴ്സൺ ഗോസ് ഓൺ എ ജേർണി. ഇപ്പോഴും യാത്രകൾ ഇഷ്ടപ്പെടുകയും യാത്രകൾ നടത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ നമുക്ക് എന്ത് പറയാം? ട്രാവലർ എന്ന് പറയാം അല്ലേ. സഞ്ചാരി എന്നാണ് അതിൻ്റെ അർത്ഥം. പാസഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? പേഴ്സൺ ട്രാവലിംഗ് ഇൻ എ വെഹിക്കിൾ. പാസഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? പേഴ്സൺ ട്രാവലിംഗ് ഇൻ എ വെഹിക്കിൾ. വാഹനത്തിൽ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് എന്ത് വിളിക്കാം? സഞ്ചാരി എന്ന് പറയാം അല്ലേ. പാസഞ്ചർ. നെക്സ്റ്റ് നൊമാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ പേഴ്സൺ ഹു മൂവ്സ് ഫ്രം പ്ലേസ് ടു പ്ലേസ് യൂഷ്വലി വിത്ത് നോ ഫിക്സഡ് ഹോം. എന്താ? സ്ഥിരമായ ഒരു താമസ സൗകര്യമോ വീടോ ഒന്നും തന്നെ കാണില്ല. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളെയാണ് നമ്മൾ നൊമാഡ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ടൂറിസ്റ്റ്. എ പേഴ്സൺ ഹു ട്രാവൽസ് ഫോർ പ്ലഷർ. എന്താണ്? ആനന്ദം, സന്തോഷം തുടങ്ങിയ വികാരങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ട്രാവൽ ചെയ്യുന്ന വ്യക്തികളെ നമ്മൾ എന്തെന്ന് പറയും? ടൂറിസ്റ്റ് എന്ന് പറയും അല്ലേ. അപ്പോൾ ഇത്രയും വാക്കുകളാണ് നമ്മൾ ഈ ഒരു ഓപ്ഷനിൽ കണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. എ പേഴ്സൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇൻ ഗോഡ്. ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരു വ്യക്തിയെ നമ്മൾ എന്ത് വിളിക്കും? ദൈവവിശ്വാസം ഇല്ലാത്ത വ്യക്തികളെ നമ്മൾ എന്ത് പറയും? ഓപ്ഷൻ എ തീസ്റ്റ്, ഓപ്ഷൻ എ തീസ്റ്റ്, ഓപ്ഷൻ ബി എത്തീസ്റ്റ്, ഓപ്ഷൻ സി പ്രീസ്റ്റ് ആൻഡ് ഓപ്ഷൻ ഡി സെയിൻറ്റ്. എന്താണ് കറക്റ്റ് ആൻസർ? എന്തായിരിക്കാം? ഓപ്ഷൻ ബി ആയിരിക്കാം അല്ലേ. ഓപ്ഷൻ ബി ആണോ? നമുക്കൊന്ന് ചെക്ക് ചെയ്താലോ. യെസ്, കറക്റ്റ് ആൻസർ ആണ് അല്ലേ. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് എത്തീസ്റ്റ് ആണ്. അപ്പം എത്തീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇൻ ഗോഡ്. ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരെ നമ്മൾ എന്തെന്ന് പറയും? എത്തീസ്റ്റ് എന്ന് പറയാം. അപ്പോൾ തീസ്റ്റ് ആയിരിക്കും. വൺ ഹു ബിലീവ്സ് ഇൻ ഗോഡ്. ദൈവത്തിൽ വിശ്വാസമുള്ളവരെ നമ്മൾ തീസ്റ്റ് എന്ന് വിളിക്കും. നെക്സ്റ്റ് പ്രീസ്റ്റ് ആരാണ്? പേഴ്സൺ ഹു പെർഫോംസ് റിലീജിയസ് സെറമണീസ് അല്ലേ. എന്താണ്? മതപരമായ ആചാരങ്ങളൊക്കെ നടത്തുന്ന പൂജാരിമാരെയൊക്കെയാണ് നമ്മൾ, അല്ലെങ്കിൽ എന്താണ് പ്രീസ്റ്റ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്?
എ പേഴ്സൺ ഹു പെർഫോംസ് റിലീജിയസ് സെറമണീസ് എന്ന് പറയുന്നത് അവരെ നമ്മൾ പ്രീസ്റ്റ് എന്ന് വിളിക്കും. നെക്സ്റ്റ് സെയിൻറ്റ് ആണ്. സെയിൻറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഹോളി ആൻഡ് വിർച്വസ് പേഴ്സൺ, അതായത് സന്യാസിമാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെയിൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ്? എത്തിസ്റ്റ് ആണ്. എത്തിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇൻ ഗോഡ്. നെക്സ്റ്റ്, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്വസ്റ്റ്യൻ നമ്പർ 11. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 11 നോക്കിക്കേ. ദ പോലീസ് ഹാവ് ഫൗണ്ട് ദ ഡാഷ് ഓഫ് ദ മിസ്സിംഗ് ചൈൽഡ്. അപ്പോൾ പോലീസ് എന്ത് കണ്ടെത്തിയെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അത് നമ്മൾ ഈ ഓപ്ഷനിൽ നിന്ന് മനസ്സിലാക്കണം. അതായത് മിസ്സിംഗ് ചൈൽഡിനെ പറ്റി, അതായത് കാണാതെ പോയ കുട്ടിയെ പറ്റിയിട്ട് എന്തോ ഒരു ഇൻഫർമേഷൻ ആർക്ക് കിട്ടിയിട്ടുണ്ട്? പോലീസിന് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ബ്ലാങ്കിൽ നമുക്ക് കൃത്യമായിട്ടൊരു വേർഡ് വേണം, എന്നാലേ ആ ഒരു മീനിങ് കറക്റ്റായിട്ട് കൺവേ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓപ്ഷൻസ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓപ്ഷൻ എ കോഷൻ, ഓപ്ഷൻ ബി ക്ലൂ, ഓപ്ഷൻ സി ഹിൻറ്റ് ആൻഡ് ഓപ്ഷൻ ഡി ഐഡിയ. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് ആൻസർ എന്ന് നോക്കിക്കേ. ദ പോലീസ് ഹാവ് ഫൗണ്ട് ദ ക്ലൂ ഓഫ് ദ മിസ്സിംഗ് ചൈൽഡ് ആണോ? യെസ്, കറക്റ്റ് ആൻസർ ആണല്ലേ ക്ലൂ. ക്ലൂ എന്ന് പറഞ്ഞാൽ എന്താ? പീസ് ഓഫ് എവിഡൻസ് ഓർ ഇൻഫർമേഷൻ. നമുക്കൊരു ചെറിയ എന്താണ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ എവിഡൻസ്, തെളിവ് ലഭിക്കുമ്പോൾ നമ്മൾ അതിനെ എന്തെന്ന് പറയും? ക്ലൂ എന്ന് പറയും. സ്പെല്ലിംഗ് ചെക്ക് ചെയ്തേ, CLUE. കോഷൻ എന്ന് പറഞ്ഞാൽ കെയർ ടേക്കൺ ടു അവോയ്ഡ് ഡേഞ്ചർ. അപകടം സംഭവിക്കാതിരിക്കാൻ നമ്മൾ നേരത്തെ കൂട്ടി എടുക്കേണ്ട മുൻകരുതലിനെയാണ് എന്തെന്ന് പറയുന്നത്? കോഷൻ എന്ന് പറയുന്നത് അല്ലേ. ഹിൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ സജഷൻ ഓർ സൈൻ. നമ്മൾ എന്താണ് ഒരു സജഷൻ പറയാണ്, നമ്മളുടെ ഒരു അഭിപ്രായമാണ് അല്ലേ, അല്ലെങ്കിൽ ഒരു സൈൻ, അതൊക്കെയാണ് നമ്മൾ ഹിൻറ്റ് എന്ന് പറയുന്നത്. അതും ഒരു തരം ക്ലൂ എന്ന് തന്നെ നമുക്ക് പറയാം. ഐഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്? തോട്ട് ഓർ എ പ്ലാൻ. നമ്മളുടെ ഒരു പ്ലാനിങ് ആണ് ഐഡിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12. ദ സോൾജർ ഷോഡ് ഗ്രേറ്റ് ഡാഷ് ഓൺ ദ ബാറ്റിൽ ഫീൽഡ്. അതായത് എന്താണ്? യുദ്ധക്കളത്തിൽ നമ്മുടെ സോൾജേഴ്സ് എന്താണ് അവിടെ ഷോ ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. യുദ്ധമാകുമ്പം നമ്മുടെ പട്ടാളക്കാരുടെ മനോഭാവം എന്തായിരിക്കും? ഓപ്ഷൻസ് നോക്കിക്കേ. ആങ്കർ, ബ്രേവറി, ഫിയർ, വീക്ക്നെസ്. എന്തായിരിക്കും അവിടെ അവർ കാണിക്കുന്നത്? അവർ തീർച്ചയായിട്ടും എന്താണ്? സോൾജേഴ്സ് ആണ്, അവരെല്ലായ്പ്പോഴും കറേജിയസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് വരും? ബ്രേവറി ആയിരിക്കും അല്ലേ. ബ്രേവറി, ധീരതയാണ് അവരവിടെ കാണിക്കുന്നത്, അവരുടെ ധീരത അല്ലേ. ആങ്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രോങ് ഫീലിംഗ് ഓഫ് ഡിസ്പ്ലഷർ, വളരെ ദേഷ്യം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്തത് കാണുമ്പോഴുള്ള നമ്മുടെ വികാരം. നെക്സ്റ്റ്, ബ്രേവറി എന്ന് പറഞ്ഞാൽ എന്താണ്? കറേജ് ആൻഡ് ഫിയർലെസ്നെസ് അല്ലേ, നമ്മുടെ ധീരത, നമ്മുടെ ഭയമില്ലാത്ത അവസ്ഥ. ഫിയർ എന്ന് പറഞ്ഞാൽ ഭയമാണ്. വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാക്ക് ഓഫ് സ്ട്രെങ്ത്, ആരോഗ്യമില്ലാത്ത അവസ്ഥയാണ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹീ ഈസ് വെരി ഡാഷ് ഇൻ ഹിസ് വർക്ക് ആൻഡ് നെവർ മേക്സ് മിസ്റ്റേക്സ്. എന്താ പറഞ്ഞിരിക്കുന്നത്? അവനവൻ്റെ ജോലികളിലെല്ലാം തന്നെ എന്താണെന്നാണ് പറഞ്ഞത്. അത് നമ്മുടെ ഓപ്ഷനിൽ നിന്ന് നമ്മൾ കണ്ടെത്തണം. ഓക്കെ, ആൻഡ് നെവർ മേക്ക് മിസ്റ്റേക്സ്, ഒരിക്കലും തെറ്റുകളൊന്നും വരുത്താതെ അവനവൻ്റെ ജോലിയിൽ എന്തായിരിക്കും. അപ്പോൾ ഒരു ക്ലൂ തന്നിട്ടുണ്ട്, നെവർ മേക്സ് മിസ്റ്റേക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതായത് തെറ്റുകളൊന്നും വരുത്താതെ തന്നെ ജോലി ചെയ്യുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ കെയർലെസ്, ഓപ്ഷൻ ബി ഡിലിജൻറ്റ്, ഓപ്ഷൻ സി ലേസി, ഓപ്ഷൻ ഡി ഫൂളിഷ്. എന്തായിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ പഠിച്ചതാണ്, ഹാർഡ് വർക്കിംഗ് എന്നുള്ള മീനിങ് ആണ് ഡിലിജൻറ്റിനുള്ളത് അല്ലേ. അപ്പോൾ നോക്കിക്കേ, ഡിലിജൻ്റ് ആണ് ആൻസർ വരുന്നത്. ഡിലിജൻ്റ് എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്കിംഗ് ആൻഡ് കെയർഫുൾ ആണ്, വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന വർക്കാണ് ഡിലിജൻ്റ് വർക്ക് എന്ന് പറയുന്നത് അല്ലേ. ഇനി കെയർലെസ് എന്ന് പറഞ്ഞാൽ നോട്ട് പേയിങ് എനി അറ്റൻഷൻ, ഒരു ശ്രദ്ധയും കാണിക്കാത്ത, അശ്രദ്ധയായിട്ടിരിക്കുകയാണ് കെയർലെസ്. ലേസി എന്ന് പറഞ്ഞാൽ എന്താണ്? മടിയാണ്. ഫൂളിഷ് എന്ന് പറഞ്ഞാൽ ലാക്കിംഗ് ഗുഡ് സെൻസ്, എന്താണ് ഒട്ടും തന്നെ എന്താണ് സെൻസ് ഇല്ലാത്തത്, ഫൂളിഷ് ആയിട്ടുള്ളത് എന്നുള്ള മീനിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 14. The baby is very dash and cries for everything. അപ്പോൾ ബേബി ഈസ് ഡാഷ്, കുട്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുട്ടിയുടെ എന്താണ് മൂഡാണ് ഇവിടെ ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഒന്ന് ഫില്ല് ചെയ്ത് നോക്കിക്കേ. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ചിയർഫുൾ ആണ്, ഓപ്ഷൻ ബി ഫസി, ഓപ്ഷൻ സി ഹാപ്പി, ഓപ്ഷൻ ഡി കാം. ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ? വീണ്ടും എലിമിനേഷൻ യൂസ് ചെയ്ത് നോക്കിക്കേ. ചിയർഫുൾ ആയിരിക്കില്ല, ഹാപ്പി അല്ല. ഹാപ്പി ആവുന്ന ഒരു കുട്ടി എന്ത് ചെയ്യില്ല? കരയില്ല അല്ലേ. പിന്നെ ഹാപ്പിനെസ് അല്ല, അതുപോലെ തന്നെ കാം അല്ല. പിന്നെ എന്തായിരിക്കും? ഫസ്സി ആയിക്കൂടെ. അപ്പം മീനിങ് അറിയണ്ടേ? നോക്കിക്കേ. ഹാർഡ് ടു പ്ലീസ് ഓർ ഈസിലി അപ്സെറ്റ്, പെട്ടെന്ന് തന്നെ അപ്സെറ്റ് ആവുന്ന, എന്താണ് പെട്ടെന്നൊന്ന് ശാന്തമാവാത്ത എന്നൊക്കെ ഉള്ള ഒരു മീനിങ് ആണ് ഫസ്സി. ഇനി ബാക്കിയുള്ള 3 മീനിങ്ങും എന്തൊക്കെയാണെന്നൊന്ന് ചെക്ക് ചെയ്തേ. ചിയർഫുൾ എന്ന് പറഞ്ഞാൽ ഹാപ്പി ആൻഡ് പോസിറ്റീവ് ആണ്, എല്ലായ്പ്പോഴും സന്തോഷം, പോസിറ്റീവ്നെസ് ആണ്. ഹാപ്പി എന്ന് പറയുമ്പോൾ ഫീലിംഗ് ജോയ് ആണ് നമ്മളുടെ ആ ഒരു വികാരം, ഹാപ്പിനെസ്. കാം എന്ന് പറഞ്ഞാൽ പീസ്ഫുൾ ആൻഡ് ക്വയറ്റ് അല്ലേ, വളരെ ശാന്തം. അപ്പോൾ ഇവിടെ കുട്ടിയുടെ ആ ഒരു പ്രകൃതം എന്താണ്? ശാന്തവും അല്ല, ഹാപ്പിനെസ്സും അല്ല, പിന്നെ എന്താണ്? ഫസ്സി ആണ്. അതായത് ഹാർഡ് ടു പ്ലീസ്, ഈസിലി അപ്സെറ്റ് ആയിട്ടുള്ള ഒരു മൈൻഡ് അല്ലേ.
ക്വസ്റ്റ്യൻ നമ്പർ 15, 15ാമത്തെ ചോദ്യത്തിലേക്കാണ് ഇനി നമ്മൾ കടക്കാനായിട്ട് പോകുന്നത്. ക്വസ്റ്റ്യൻ ശ്രദ്ധയോടെ വായിക്കുക. ദ ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ് ടു ഡാഷ് ദ ഹോംവർക്ക് കെയർഫുള്ളി. ടീച്ചർ കുട്ടികളോട് എന്താ പറഞ്ഞത്? ഹോംവർക്ക് ശ്രദ്ധയോടുകൂടി ചെയ്യാനാണ് ടീച്ചർ ആവശ്യപ്പെട്ടത് അല്ലേ? നമ്മുടെ ഓപ്ഷൻസ് നോക്കിക്കേ. ഓപ്ഷൻ എ ഡു, ഓപ്ഷൻ ബി മെയ്ഡ്, ഓപ്ഷൻ സി ഡൺ ആൻഡ് ഓപ്ഷൻ ഡി ഡൂയിങ്. അപ്പോൾ ടീച്ചർ എന്താണ് കുട്ടികളോട് ആവശ്യപ്പെട്ടത് നോക്കിക്കേ. ദ ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ് ടു ഡു ദ ഹോംവർക്ക് കെയർഫുള്ളി അല്ലേ? ചെയ്യാനാണ്. ഡു എന്ന് പറഞ്ഞാൽ എന്താ? പെർഫോം ചെയ്യുക, ആക്ടിവിറ്റി എന്ത് ചെയ്യുക? നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ ക്യാരി ഔട്ട് എ ടാസ്ക്, ഒരു ടാസ്ക് നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുക, അതിനെയാണ് ഡു എന്ന് പറയുന്നത്. മെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാസ്റ്റ് ടെൻസ് ഓഫ് മേക്ക് ആണ്. മേക്കിൻ്റെ V2 ഫോമാണ് മെയ്ഡ് എന്ന് പറയുന്നത്. ഡൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡു എന്ന് പറയുന്ന V1 ഫോമിൻ്റെ തേർഡ് ഫോം. അപ്പോൾ ഡു, ഡിഡ്, ഡൺ, ഇതാണ് V1, V2, V3 ഫോം എന്ന് പറയുന്നത്. ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുക അല്ലേ? അപ്പോൾ ഈ ഒരു വെർബിൻ്റെ V1, V2, V3 ഫോമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഡൂയിങ്, അതായത് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ഡു. അതായത് പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വെർബിൻ്റെ ING ഫോമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ആൻസർ ഡു ആണല്ലേ? ചൂസ് ദ സിനോണിം ഓഫ് അബാൻഡൻ. നമ്മുടെ 16ാമത്തെ ചോദ്യമാണ്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? സിനോണിം കണ്ടെത്താനാണ് നമുക്കിവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് അല്ലേ? അബാൻഡൻ, അബാൻഡൻ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഉപേക്ഷിക്കുക, അബാൻഡൻ. അപ്പം അബാൻഡൻ എന്ന് പറയുന്ന ടേമിൻ്റെ സിനോണിം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിനോണിം എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം മീനിങ് ആണ് അല്ലേ? ലീവ്, പ്രൊട്ടക്റ്റ്, ഫോളോ, കീപ്പ്. ഇതിലേതാണ് കറക്റ്റ് ആൻസർ? അബാൻഡൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉപേക്ഷിക്കുക. അപ്പം അതുമായിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ അതുമായിട്ട് സെയിം വേർഡ് വരുന്നത് ഇതിൽ ഏത് ടേമിനാണെന്ന് അറിയാമോ? ഓപ്ഷൻ നോക്കിക്കേ. ഓപ്ഷൻ എ ആണല്ലേ? ലീവ്. ലീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപേക്ഷിക്കുക. ടു ഗോ അവേ ഫ്രം ഓർ സ്റ്റോപ്പ് യൂസിങ് സംതിങ്. നമ്മൾ എന്തെങ്കിലും ഉപേക്ഷിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ലീവ് എന്ന് പറയുന്നത്. അപ്പം അബാൻഡൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉപേക്ഷിക്കുക എന്നാണ്. ലീവ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഉപേക്ഷിക്കുക. അപ്പോൾ സെയിം വേർഡാണ്. പ്രൊട്ടക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു കീപ് സേഫ് ഫ്രം ഹാം. എന്താണ്? ഒരു കേടുപാടും സംഭവിക്കാതെ സുരക്ഷിതമാക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പ്രൊട്ടക്റ്റ്, സംരക്ഷണം. ഫോളോ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഗോ ആഫ്റ്റർ ഓർ ഒബേ. എന്താണ്? കൃത്യമായി അനുസരിക്കുക അല്ലെങ്കിൽ എന്താണ്? പുറകെ പോവുക എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ്. കീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു കണ്ടിന്യൂ ടു ഹാവ്. എന്താണ്? കീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂ ടു ഹാവ് എന്നാണ്. അതായത് നമ്മളിങ്ങനെ കുറേ നാളത്തേക്ക് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ള മീനിങ് ആണ് കീപ്പ്. കീപ് സംതിങ് സേഫ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തെങ്കിലും സാധനം നമ്മളിങ്ങനെ സേഫായിട്ട് കുറേ നാളത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കീപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നിങ്ങൾക്കായിട്ട് ആൻഡ്രോയിഡ് ഡിഫൻസ് അക്കാഡമിയിൽ റൺ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒഫീഷ്യൽ ചാനലാണ് ഞങ്ങളുടെ ടെലിഗ്രാം ചാനൽ എന്ന് പറയുന്നത്. ആൻഡ്രോയിഡ് ആർമി നേവി SSC RRB അക്കാഡമി എന്നതാണ് ഞങ്ങളുടെ ഒഫീഷ്യൽ ചാനൽ. ഈ ഒരു ചാനൽ ഇതുവരെയും നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുമുള്ള ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ന്യൂസുകളും നിങ്ങളിൽ എത്തുന്നത് ഈ ഒരു ചാനൽ വഴിയായിരിക്കും. സോ തീർച്ചയായിട്ടും ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ ഫോളോ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 17 എന്താണ്? 17ാമത്തെ ചോദ്യത്തിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ചൂസ് ദ ആന്റണിം ഓഫ് ബെനിഫിറ്റ്. ബെനിഫിറ്റ് എന്ന് പറയുന്ന ടേം കണ്ടല്ലോ, ഈ ഒരു ടേമിൻ്റെ ആന്റണിം ആണ് നമ്മൾ എഴുതേണ്ടത്. ആന്റണിം എന്ന് മനസ്സിൽ വരുമ്പോഴേ ഈ ഒരു ക്രോസ് അങ്ങ് ആലോചിച്ചോണം. എന്താണ് കാര്യം? ഓപ്പോസിറ്റ് ആണല്ലേ നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ബെനിഫിറ്റിൻ്റെ ആന്റണിം എന്താണെന്ന് നോക്കാം. ഓപ്ഷൻ എ പ്രോഫിറ്റ്, ഓപ്ഷൻ ബി അഡ്വാൻറ്റേജ്, ഓപ്ഷൻ സി ഹാം ആൻഡ് ഓപ്ഷൻ ഡി ഗെയിൻ. അപ്പോൾ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നേട്ടമാണ്. ബെനിഫിറ്റിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് ഒരു നേട്ടം എന്നുള്ള അർത്ഥമാണ് ബെനിഫിറ്റ്. അപ്പോൾ പ്രോഫിറ്റ് ഉണ്ട്, അഡ്വാൻറ്റേജ് ഉണ്ട്, ഹാം ഉണ്ട്, ഗെയിൻ ഉണ്ട്. നമുക്ക് ബെനിഫിറ്റിൻ്റെ ആൻസർ എന്താണെന്നൊന്ന് ചെക്ക് ചെയ്യാം. എന്താണ് ആൻസർ? ബെനിഫിറ്റിൻ്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ കണ്ടെത്താനായിട്ട് നോക്കുന്നത് അല്ലേ? മീനിങ് എന്ന് പറഞ്ഞാൽ നേട്ടമാണ്. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ സെയിം മീനിങ് വരും. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാലും സെയിം മീനിങ് ആണ്. ഗെയിൻ എന്ന് പറഞ്ഞാലും സെയിം മീനിങ് ആണ്. ഇത് മൂന്നും എന്ത് തന്നെയാണ്? സിനോണിംസ് ആണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്തായിരിക്കും വരുന്നത്? ഓപ്ഷൻ സി തന്നെ ആയിരിക്കും അല്ലേ? യെസ്, കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ സി എന്ന് പറയുന്നത്, ഹാം. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മണി ഓർ അഡ്വാൻറ്റേജ് ഗെയിൻഡ്, നമുക്ക് ലഭിക്കുന്ന ഒരു നേട്ടത്തെ, അതായത് പണമായിട്ടോ അല്ലാതെയോ ലഭിക്കുന്ന നേട്ടങ്ങളെ നമുക്ക് എന്തെന്ന് പറയാം? പ്രോഫിറ്റ്, ലാഭം എന്ന് പറയാം. അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ കണ്ടീഷൻ ദാറ്റ് ഹെൽപ്സ് യു സക്സീഡ്, വിജയിക്കാൻ നിങ്ങളെ അനുവദിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു കണ്ടീഷനെ നമുക്ക് എന്തെന്ന് പറയാം? അഡ്വാൻറ്റേജ് എന്ന് പറയാം. അതും ഒരുതരം ബെനിഫിറ്റ് തന്നെയാണ് അല്ലേ? നേട്ടം തന്നെയാണ്. ഹാം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കവിടെ ഡാമേജ് ഓർ ഇഞ്ചുറി എന്നാണ് വേർഡിൻ്റെ മീനിങ്. ഹാംഫുൾ എന്നൊക്കെ നമ്മൾ പറയില്ലേ? എന്താണ്? ഡാമേജ് സംഭവിക്കുക, ഇഞ്ചുറി സംഭവിക്കുക എന്നുള്ള രീതിയിലാണ് ഹാം എന്ന് പറയുന്ന വേർഡ് വരുന്നത്. നെക്സ്റ്റ് ഗെയിൻ, ടു ഗെറ്റ് ഓർ അച്ചീവ് സംതിങ്, എന്തെങ്കിലും നേടുക അല്ലേ? നേട്ടമാണ് എന്തെന്ന് പറയുന്നത്? ഗെയിൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ്?
ഹാം ആണ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 18. ചൂസ് എ സിനോണിം ഓഫ് എസെൻഷ്യൽ. നമ്മളെല്ലാം ഇപ്പോഴും കോമൺലി കേൾക്കുന്ന ഒരു ടേം ആണ് എന്തെന്ന് പറയുന്നത്, എസെൻഷ്യൽ എന്ന് പറയുന്നത് അല്ലേ. ESSENTIAL. ഓരോ വൊക്കാബുലറിയിലും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഓരോ വാക്കുകളുടെയും സ്പെല്ലിങ് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. കാരണം നമുക്ക് മിസ്പെൽഡ് വേർഡ്സ് എന്നൊക്കെ പറയുന്ന സെക്ഷനുകൾ ക്വസ്റ്റ്യൻസിൽ വരാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഓഫൺ കൺഫ്യൂസിങ് ആയിട്ട് വരുന്ന വേർഡ്സ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ നോർമലി നമുക്കറിയാം, പക്ഷേ ഓപ്ഷനുകൾ ഇങ്ങനെ തെറ്റിച്ചൊക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന എല്ലാ വാക്കുകളുടെയും സ്പെല്ലിങ് കൂടി കൃത്യമായിട്ട് പഠിച്ചു പോവുക. അപ്പോൾ എസെൻഷ്യൽ എന്ന് പറയുന്ന ടേമിൻ്റെ സിനോണിം, സെയിം മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. സിനോണിം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എസെൻഷ്യൽ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ്. അപ്പോൾ നോക്കിക്കേ, എസെൻഷ്യലിൻ്റെ സിനോണിം അൺനെസസറി, ഇമ്പോർട്ടൻറ്റ്, സിമ്പിൾ, വീക്ക്. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആയിക്കൂടെ? യെസ്, ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അൺനെസസറി എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യമില്ലാത്തത്, നോട്ട് നീഡഡ്. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഹാവിങ് ഗ്രേറ്റ് വാല്യൂ ഓർ മീനിങ്, അതായത് വളരെ അത്യാവശ്യമുള്ളത് എന്നുള്ള മീനിങ് ആണ് ഇമ്പോർട്ടൻറ്റ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസി ടു അണ്ടർസ്റ്റാൻഡ്, വളരെ വേഗം മനസ്സിലാക്കാൻ കഴിയുന്ന, വളരെ ലളിതമായിട്ടുള്ളതാണ് സിമ്പിൾ. വീക്ക് എന്ന് പറഞ്ഞാൽ ലാക്കിംഗ് പവർ ഓർ സ്ട്രെങ്ത്, ശക്തി ഇല്ലാത്ത അല്ലെങ്കിൽ പവർ ഇല്ലാത്ത. അതിൻ്റെ സ്പെല്ലിംഗ് എന്താണ്? WEAK ആണ്. എന്നാൽ WEEK സ്പെല്ലിംഗ് വരുന്ന വേർഡിൻ്റെ മീനിങ് എന്താണെന്ന് അറിയാമോ? WEEK ആണെങ്കിലോ? വീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ആഴ്ചകളില്ലേ, നമുക്ക് സൺഡേ മുതൽ സാറ്റർഡേ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ അല്ലേ. അപ്പോൾ ആ ആഴ്ചകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വീക്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ WEAKയും WEEKയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാലോ. വീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാക്കിംഗ് പവർ ഓർ ലാക്കിംഗ് സ്ട്രെങ്ത്, ഒട്ടും തന്നെ ശക്തി ഇല്ലാത്തത് എന്നുള്ളതാണ് വീക്ക്. ഈ ഒരു വീക്കിൻ്റെ അർത്ഥം എന്താണ്? ആഴ്ചകൾ എന്നുള്ള അർത്ഥമാണ് വീക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 19. ചൂസ് ദ ആന്റണിം ഓഫ് പെർമിറ്റ്. പെർമിറ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ ആന്റണിം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ആണ്. പെർമിറ്റിൻ്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ കണ്ടെത്തുന്നത്. പെർമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? അലൗ ചെയ്യുക അല്ലെ, അനുവദിക്കുക എന്നുള്ള മീനിങ് ആണ് പെർമിറ്റിൻ്റേത്. അപ്പോൾ ഓപ്ഷൻ എ അലൗ, ഓപ്ഷൻ ബി എഗ്രി, ഓപ്ഷൻ സി ഫോർബിഡ് ആൻഡ് ഓപ്ഷൻ ഡി അക്സെപ്റ്റ്. എന്തായിരിക്കും പെർമിറ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ ആന്റണിം? എന്തായിരിക്കും? തീർച്ചയായിട്ടും ഓപ്ഷൻ സി ആകാം അല്ലേ. ഓപ്ഷൻ സി ഫോർബിഡ് ആകാം അല്ലേ. അതെ, കറക്റ്റ് ആൻസർ ആണ് ഓപ്ഷൻ സി എന്ന് പറയുന്നത്. ഫോർബിഡിൻ്റെ മീനിങ് എന്താ? ടു ഓർഡർ നോട്ട് ടു ഡു സംതിങ്, അനുവദിക്കാതിരിക്കുക, ചെയ്യിപ്പിക്കാതിരിക്കുക, ചെയ്യാൻ അനുവദിക്കാതിരിക്കുക. അലോ എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ലെറ്റ് സംതിങ് ഹാപ്പൻ, എന്തെങ്കിലും എന്താണ്? അനുവദിക്കുകയാണ്, അലോ ചെയ്യുകയാണ്, എന്തെങ്കിലും സംഭവിക്കാനായിട്ട് നമ്മൾ എന്താണ്? അനുവാദം കൊടുക്കുകയാണ്. എഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഹാവ് ദ സെയിം ഒപ്പീനിയൻ, ഒരേ അഭിപ്രായമാണ്, സമ്മതിക്കുകയാണ് നമ്മൾ. അക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു റിസീവ് ഓർ ടേക്ക് വില്ലിംഗ്ലി. എന്താണ്? അക്സെപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ കറക്റ്റ് ആൻസർ എന്താണ്? ഫോർബിഡ് ആണ്. എന്തിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഫോർബിഡ് എന്ന് പറയുന്നത്? പെർമിറ്റിൻ്റെ ആണ്. പെർമിറ്റിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഫോർബിഡ് എന്ന് പറയുന്നത്. പെർമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അനുവദിക്കുക, ഫോർബിഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അനുവാദം നിഷേധിക്കുക അല്ലേ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ 20. ചൂസ് ദ സിനോണിം ഓഫ് ഹ്യൂജ്. ഹ്യൂജ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ എല്ലായ്പ്പോഴും കേൾക്കുന്നതാണ് അല്ലേ. എവിടെ നോക്കിയാലും ഈ ഒരു വാക്ക് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഹ്യൂജ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ എന്താണ്? വലിപ്പമുള്ളത് എന്നുള്ള മീനിങ് ആണ് ഹ്യൂജ്. അപ്പോൾ അതിൻ്റെ സിനോണിമാണ് കണ്ടെത്താനായിട്ട് ചോദിച്ചിട്ട്. സിനോണിം എന്ന് പറഞ്ഞാൽ എന്താണ്? വേർഡ്സ് വിത്ത് സെയിം മീനിങ് ആണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓപ്ഷൻ എ ടൈനി, ഓപ്ഷൻ ബി ലാർജ്, ഓപ്ഷൻ സി നാരോ, ഓപ്ഷൻ ഡി വീക്ക്. നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കും ആൻസർ അല്ലേ. ഹ്യൂജ് എന്ന് പറയുന്ന വേർഡിൻ്റെ എന്താണ്? സിനോണിം ആണ്. സിനോണിം എന്ന് പറഞ്ഞാൽ എന്താണ്? മറന്നു പോരുത്, സെയിം മീനിങ് തരുന്ന വേർഡ്സ് ആണ്. സെയിം മീനിങ് തരുന്ന വേർഡ്സിനെയാണ് നമ്മൾ സിനോണിംസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഹ്യൂജിൻ്റെ സിനോണിം ഏത് തന്നെ ആയിരിക്കണം? ലാർജ് തന്നെ ആയിരിക്കണം അല്ലേ. നോക്കിക്കേ, ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ലാർജ് ആണ്. ഇനി തന്നിരിക്കുന്ന ഓപ്ഷനുകൾ ഏതൊക്കെയായിരുന്നു? ടൈനി ഉണ്ടല്ലേ. ടൈനി എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈനി ഇൻസെക്റ്റ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, വളരെ ചെറുത് എന്നുള്ള മീനിങ് ആണ്, വെരി സ്മോൾ. ലാർജ് എന്ന് പറഞ്ഞാൽ വളരെ ബിഗ് ഇൻ സൈസ് എന്നുള്ളതാണ്. ബിഗ് ഇൻ സൈസ് ഓർ എമൗണ്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നാരോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇടുങ്ങിയ, നാരോ പാസേജ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് പറയുന്നത്? ഇടുങ്ങിയ വഴി എന്നാണ്. ഇടുങ്ങിയത്, വീതിയില്ലാത്തത് എന്നാണ് നാരോ എന്ന് പറഞ്ഞാൽ. നോട്ട് വൈഡ്, വീതിയില്ലാത്തത്. വീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാക്കിംഗ് പവർ, ശക്തിയില്ലാത്തത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് അല്ലേ. അപ്പോൾ ഹ്യൂജ് എന്ന് പറയുന്ന വേർഡിൻ്റെ സിനോണിമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത്. എന്താണ്? ലാർജ്. അപ്പോൾ സെയിം മീനിങ് തന്നെയാണ്. ഹ്യൂജ് എന്ന് പറഞ്ഞാൽ എന്താണ്? വലിപ്പമുള്ളത്, വലുത് എന്നാണ് നമ്മുടെ മീനിങ്.
അപ്പോൾ നിങ്ങൾക്കായിട്ട് ആൻഡ്രോയിഡ് ഡിഫൻസ് അക്കാഡമിയിൽ റൺ ചെയ്യുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോമാണ് ആൻഡ്രോയിഡ് ഡിഫൻസ് അക്കാഡമിയുടെ വാട്സപ്പ് ചാനൽ. ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉടൻ തന്നെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ബെനിഫിറ്റ് ആകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വഴി ലഭിക്കും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് വൊക്കാബുലറിയുടെ പാർട്ട് 1 സെഷൻ ആയിരുന്നു. വളരെ കോമൺ ആയിട്ട് നമ്മൾ കണ്ട് പരിചയമുള്ള വാക്കുകളും ആ വാക്കുകളുടെ സിനോണിംസ് അതുപോലെ തന്നെ ആന്റണിംസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പരിചയപ്പെട്ടത്. തുടർന്നുള്ള വീഡിയോ സെഷനുകളിൽ നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വൊക്കാബുലറി സെക്ഷനുമായിട്ട് കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.